കാലങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു കൊല്ലം മൂന്നാംകുറ്റി അറുന്നൂറ്റിമംഗലത്തിലെ ഒരു റോഡ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 8 മാസം മുമ്പ് റോഡ് കുത്തിപ്പൊളിച്ച മെറ്റൽ വിതറി. പിന്നീട് അധികൃതരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. നല്ല റോഡിനായി പ്രതിഷേധിച്ചവർക്ക് സർക്കാർ നൽകിയത് ഒരു ദുരന്ത വഴിയാണ്. കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാട്ടുകാരെ ദുരിതത്തിലാക്കുന്ന വികലമായ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണിത്. ഇത് കൊല്ലം ജില്ലയിലെ മൂന്നാംകുറ്റിയിലെ ഒരു റോഡാണിത്. മടത്തിൽമുക്ക് മുതൽ KP റോഡ് വരെ നീളുന്ന ഒരു റോഡ്. ആ റോഡിൽ ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുൻപ് പണി ആരംഭിച്ചതാണ്. അതായത് ഈ നാട്ടുകാരുടെയൊക്കെ നിരന്തര പ്രക്ഷോഭത്തെ തുടർന്ന് വർഷങ്ങളായി തകർന്നു കിടന്ന റോഡിൽ അതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തന രീതിയിലൊക്കെ പ്രവർത്തികൾ തുടങ്ങി. പക്ഷേ അത് പാതി വഴിയിൽ നിലച്ചിട്ട് ഇപ്പോൾ 8 മാസങ്ങൾ പിന്നിടുന്നു. ഇതിൽ ഈ റോഡിൻ്റെ പുതിയ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മെറ്റൽ കഷ്ണങ്ങൾ കൊണ്ട് നിരത്തിയിട്ടുണ്ട് എന്നുള്ളതല്ല. അതായത് ഒരു കാല് വെച്ചിങ്ങനെ നമ്മൾ നാക്കിയാൽ തന്നെ ഇളകി പോകുന്ന രീതിയിൽ കുറച്ച് മെറ്റൽ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് റോഡിൽ നിരത്തിയതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു വാഹനം പോവുകയാണെങ്കിൽ ഈ മെറ്റൽ കഷ്ണങ്ങൾ ഇളകിത്തെറിക്കും, പൊടി പറക്കും. അതുപോലെ തന്നെ ഓട്ടോയടക്കമുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് നമ്മോടൊപ്പം ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതിപ്പം എന്താണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ? ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇപ്പം ഏകദേശം ഒരു 15 വർഷമായി ഇതിൻ്റെ ഈ റോഡിൻ്റെ ടാറിങ് പണി ഇങ്ങനെ നടന്നിട്ട്. ഇതിന് നേരത്തെയൊക്കെ ഇവർ പലപ്പോഴും ഫണ്ടുകൾ അനുവദിച്ച് റെഡിയാക്കി എന്നൊക്കെ പറയും. പക്ഷേ പിന്നെ അത് ലാപ്സാവും. ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു, അത് അവസാനം അത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്ന് അതങ്ങ് ലാപ്സായി. 2017 വന്നതാണ്. അത് 20 ലാപ്സായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രളയ ഫണ്ടിലേക്ക് ഇത് എടുത്തിട്ടു. അങ്ങനെ ഇത് തുടങ്ങി അവസാനം നമ്മളിപ്പോൾ ഒരു കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ച് ഇവിടെ പ്രക്ഷോഭത്തിൻ്റെ പരിപാടികളായപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിളക്കി കൊണ്ടുവന്ന് കുത്തി ഇളക്കി ഇട്ടിട്ട് അവരങ്ങ് പോയി. ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയോ ഒരു വണ്ടിയോ വരത്തില്ല. അതുപോലെ ആ റോഡെന്ന് പറയുന്നത് ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ്, അങ്ങനെ അറ്റം വരെ ഉള്ളത്. അതെല്ലാം ഇതിനോട്ടുള്ള കണക്റ്റഡ് റോഡുകളാണ്. ഇവിടെ വന്ന ഒരു സ്കൂളുണ്ട്, ഇവിടെ ഒരു കൊച്ചു സ്കൂളുണ്ട്. അവിടെയൊക്കെ പിള്ളേരതിലേ നടന്നു പോകേണ്ടതാണ്. ഇതൊക്കെ ഇപ്പോൾ ഇതുവരെ 8 മാസമായിട്ട് പിന്നെ അവർക്ക് ഒരനക്കമില്ല. ഈ ചേട്ടൻ പറയുന്നത് ഈ പ്രദേശത്തെ മറ്റു റോഡുകൾ പോലും, അതായത് ഈ റോഡിന് ചെന്ന് ചേരുന്ന മറ്റു റോഡുകൾ പോലും 10-15 വർഷത്തിന് പുറത്തായി ടാറിങ് പണികളൊന്നും നടന്നിട്ടില്ല. അതൊരു മൊത്തത്തിലുള്ളൊരു അവഗണന നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടൻ എന്താണ് പറയാനുള്ള ഈ വിഷയം? ഞാൻ ഈ നായറിൻ്റെ പ്രസിഡന്റ്. ഇവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് കിട്ടതിന് ശേഷം 8 മാസം കഴിഞ്ഞ് ഇത് പല പ്രാവശ്യം ഈ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴെല്ലാം അണ്ണ ഉടനെ ചെയ്യും എന്ന് പറയുന്ന അല്ലാതെ ഒരു പണിയും തുടങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എഞ്ചിനീയർ പോയി കണ്ടു, കോർപ്പറേഷനിൽ. എഞ്ചിനീയർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറയുന്നതല്ലാണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ വെട്ടിപ്പൊളിച്ചിട്ടില്ലായിരുന്ന വലിയ ആൾക്കാർക്ക് നടന്നു പോയോ 2 വീലർ പോയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 വീലർ പോയി കഴിഞ്ഞാൽ എൻ്റെ നടുവിനും എന്നെപ്പോലുള്ള ഈ പോകുന്ന ആൾക്കാരുടെ എല്ലാ നടുവിനും പെയിനാണ്. അങ്ങനെ അസഹനീയമായ ഒരു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തരിക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോയാണ്, അതിനേക്കാൾ ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾ ഈ റോഡിൽ വേണം നടന്നു പോകേണ്ടത്. അതിനുള്ള സംവിധാനം നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ ഈ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചാൽ? അടിപൊളി. 2 വീലർ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ 2 വീലർ ഓടിച്ചാൽ വീണത് തന്നെ കുഴിയിൽ. അത് ആ ക്ഷേത്രത്തിൻ്റെ വടക്കേ പോലെ അങ്ങ് കേളി കഴിഞ്ഞിട്ട് അത് റെയിൽവേ ക്രോസിംഗ് വരെ പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയുള്ള പാച്ച് വർക്ക് അവർ ചെയ്ത് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇത് കുത്തിയിളക്കി ഇട്ടതിന് ശേഷം പിന്നെ അത് വളരെ വർഷമായി കിടക്കും. ഇപ്പോൾ മറ്റേതിനേക്കാൾ ഗതികേടില്ല, ഇപ്പോഴത്തെ പഴയതിനേക്കാൾ ഗതികേടായി കിടക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോകാമായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിലുള്ള യാത്രയും ഒട്ടും പോകാൻ പറ്റില്ല, സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ചേട്ടൻ ഈ റോഡിന്റെ സൈഡിൽ തന്നെ താമസിക്കുന്ന ആളാണല്ലോ. ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ ആവർത്തന വിരസത വേണ്ട. നല്ല റോഡായിരുന്നു. ഇത് വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. 75 ആട്ടോ ഓടുന്ന സ്റ്റാൻഡ് തൊട്ടടുത്ത മൂന്നാംകുറ്റി. ഒരൊറ്റ ആട്ടോക്കാർ വരുന്നില്ല. പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കേൾക്കട്ടെ, ഈ കിളികല്ലൂർ പഞ്ചായത്ത് പശുപാലൻ സാർ ഒരിക്കൽ ഭരിച്ച് ഇതിലും ഭേദമായിരുന്നു. കോർപ്പറേഷൻ ആക്കിയല്ലോ, ഒരു കോപ്പും ചെയ്തില്ല. കേൾക്കട്ടെ, എനിക്കറിയാവുന്ന 40 വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു. പശുപാലൻ സാറായിരുന്നു ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതിലും നല്ലതായിരുന്നു. ആ അനുഭവസ്ഥരെല്ലാം ഇവിടെ തൊട്ടടുത്തുണ്ട്, എല്ലാവർക്കും അറിയാം. കോർപ്പറേഷൻ ആയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നല്ല റോഡ്, 18 അടി വീതിയുള്ള റോഡ്. വല്ലപ്പോഴും ഒരു കാറോ ഒരു ബൈക്കോ കുറച്ച് ആൾക്കാരോ ഇതിലും അത്യാവശ്യമുള്ള റോഡ് അതേപോലെ കുഴിയായിട്ട് കിടക്കുക. അത് ചെയ്തില്ല. എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നറിയത്തില്ല. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല, ഉപദ്രവം മാത്രമാണുള്ളത്.
വർഷങ്ങളായി കുറച്ച് തകർച്ചയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് പരിഹരിച്ച് എന്ന രീതിയിൽ അവർ പ്രതിഷേധത്തിന് തയ്യാറായി. അപ്പോൾ ആ പ്രതിഷേധിച്ചവരെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഇവിടെ നടപടികൾ ഉണ്ടായെന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ 8 മാസമായി ഇത്തരത്തിൽ കുറേ മെറ്റിൽ പാകി നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ സംവിധാനം ചെയ്യുന്നത് ആർക്ക് എന്ത് പ്രയോജനം എന്നുള്ളതാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട്. കാരണം 8 മാസമായിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാലമൊക്കെ എത്തിയിരിക്കുന്നു. എന്നിട്ടും ഈ രീതിയിൽ അത് നടപടിക്രമങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത.